आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം സൂർദാസിൻ്റെ ഗോകുൽ ലീലാപദ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കൃഷ്ണൻ്റെ കുസൃതിയും ബാലലീലകളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൃഷ്ണൻ്റെ അല്ലെങ്കിൽ കണ്ണൻ്റെ കുസൃതികളും സാമർഥ്യവും വെണ്ണയും ഒക്കെ കട്ട് തിന്നുന്നതും അതിൽ നിന്ന് കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുന്നതും അമ്മ അടിക്കാനായിട്ട് പിന്നാലെ ഓടുന്നതും കെട്ടിയിടുന്നതും മറ്റ് ഗോപികമാർ അമ്മയോട് കംപ്ലൈൻറ്റ് പറയുന്നതും തുടങ്ങിയ രസകരമായ കഥകളാണ് കൃഷ്ണൻ്റെ ബാല കഥകൾ. കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു മത വിശ്വാസപ്രകാരം വിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ ജനനം ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഒരു കാരാഗൃഹത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവിൻ്റെ പേര് വാസുദേവ് എന്നും മാതാവിൻ്റെ പേര് ദേവകി എന്നുമായിരുന്നു. ദേവകിയുടെ ജ്യേഷ്ഠനാണ് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ മാമനാണ് കംസൻ. കംസനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിഷ്ണു കൃഷ്ണനായിട്ട് അവതരിച്ചത്. കംസൻ ദേവിക്കും വാസുദേവനും ഉണ്ടാകുന്ന എല്ലാ കുട്ടികളെയും വധിക്കുമായിരുന്നു. കാരണം കംസൻ അറിയാമായിരുന്നു ദേവികയുടെയും വാസുദേവൻ്റെയും കുട്ടികളിൽ ഒരാൾ തന്നെ വധിക്കുമെന്ന്. അങ്ങനെ കൃഷ്ണനെ രക്ഷപ്പെടുത്താൻ കൃഷ്ണൻ ജന്മമെടുത്തപ്പോൾ കൃഷ്ണനെ അവിടെ നിന്ന് മാറ്റുകയും പിന്നീട് യശോദയും നന്ദനും വളർത്തച്ഛനും വളർത്തമ്മയുമായി മാറുകയുമായിരുന്നു. പിന്നീട് കൃഷ്ണൻ്റെ ബാല്യകാലം മൊത്തം മധുരയിലെ തന്നെ ഗോകുൽ എന്ന് പറയുന്ന ഒരു നഗരത്തിലായിരുന്നു കൃഷ്ണൻ്റെ ബാല്യകാലം. കൃഷ്ണൻ തൻ്റെ പ്രായത്തിൽ വെണ്ണ മോഷ്ടിച്ച് കഴിക്കുമായിരുന്നു. തൻ്റെ കൂട്ടുകാരെ കൂടി വെണ്ണയൊക്കെ മോഷ്ടിച്ച് തിന്നുമായിരുന്നു. ഒരുപാട് വികൃതികൾ നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു. നമുക്ക് പദത്തിലേക്ക് കടക്കാം. ഗോകുൽ ലീലാപദ്. ഗോകുൽ നമ്മൾ പറഞ്ഞു മധുരയിലെ ഒരു നഗരമാണ്. ആ നഗരത്തിലെ കൃഷ്ണൻ്റെ ലീലകളാണ്. അപ്നൗ ഗാവു ലേവു നന്ദറാണി ബഡേ ബാപ് കി ബേട്ടി പുദ്ഹി ബലി പടാവതി ബാനി സഖാ ഭീർ ലേ പൈട്ടത് ഘർ മേ ആപ്പു ഖായി തോ സഹിയേ मैं जब चली सामहे पकरन तब के गुण कहा कहिए भाजी गए धूरी देखत कदहु मैं घर पौड़ी आई हरे हरे बेनी गाही पाचे भांदी पाटी लाई सुनो मैया याके गुण मौसो इन मोही लयो बुलाई ददी में पड़ी सेंध की मोपई चीटी सबई कड़ाई टहल करत में याके घर की यह पदी सांग मिली सोई सुरु वचन सुनी हासी जशोदा ग्वाल रही मुग गोई. സൂർദാസിൻ്റെ ഇതിഹാസ കാവ്യമായ സുർസാഗറിൻ്റെ 10ാം അധ്യായത്തിൽ സമാഹരിച്ച വരികളാണിവ.
ഈ പദത്തിലൂടെ സൂരദാസ് പറയുകയാണ്, അതായത് ഗോപികയായ ഒരു അമ്മ നന്ദറാണിയോട്, നന്ദറാണി എന്ന് പറഞ്ഞാൽ യശോദയാണ്, യശോദയോട് പരിഭവം പറയുകയാണ്. കൃഷ്ണൻ തന്നോട് കാണിച്ച വികൃതിയുടെ പരാതി യശോദയോട് പറയുകയാണ്. അപ്പനോ ഗാവു ലേവു നന്ദറാണി, നന്ദറാണിയോട് പറയുകയാണ്, യശോദേ, ഞാൻ ഈ ഗ്രാമം വിട്ടു പോവുകയാണ്. അപ്പനെ ഗാവു ലേവു നന്ദറാണി, യശോദയോട് അമ്മ, ഗോപികയായ ഒരു അമ്മ പറയുകയാണ്, ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു. എനിക്കിനി ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ വയ്യ. ബഡേ ബാപ് കി ബേട്ടി പൂത് ഹി ബലി പടാവതി ബാനി. യശോദയോട് ആ ഗോപികയായ ആ അമ്മ പറയുകയാണ്, നിങ്ങൾ പ്രശസ്തിയായ പിതാവിൻ്റെ മകളാണ്. ബഡേ ബാപ് കി ബേട്ടി ഹേ യശോദ, പൂത് ഹി ബലി പടാവതി ബാനി. ഇങ്ങനെയാണോ തൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത്? ഇങ്ങനെയാണോ വളർത്തേണ്ടത്? മറ്റുള്ളവരുടെ വീട്ടിൽ പോയി വെണ്ണ മോഷ്ടിക്കാനാണോ വേണ്ടിയാണോ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ വളർത്തേണ്ടത് എന്ന് പരാതി പറയുകയാണ്. നിങ്ങളുടെ വംശപാരമ്പര്യം അനുസരിച്ച് നിങ്ങളുടെ മകന് ചില നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഉപദേശിക്കുകയാണ്. സഖാ ഭീറിലെ പൈറ്റത്ത് ഘർമേ ആപ്പു കായിത്തോ സഹിയേ. എന്നിട്ട് അവർ പറയുകയാണ്, ആ ഗോപിയായ അമ്മ പറയുകയാണ്, സഖാ ഭീറിലെ പൈറ്റത്ത് ഘർമേ ആപ്പു കായിത്തോ സഹിയേ. യശോദയോട് പറയുകയാണ്, കൃഷ്ണൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വന്നു, അതും ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ചു കഴിച്ചു. ഒറ്റയ്ക്ക് കഴിച്ചതാണെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, പക്ഷേ കൂട്ടുകാരുമൊത്തുമാണ്. ആപ്പു കായിത്തോ സഹിയേ, ഞാനത് സഹിക്കുമായിരുന്നു, പക്ഷേ സഖാക്കളെ കൂടെ, അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നിട്ട് കഴിച്ചത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. മേ ജബ് ചലി സാമഹേ പക്രൻ തബ് ഗുന് കഹാ കഹിയേ. ഞാൻ കണ്ണന് പിന്നാലെ ഓടി പിടിക്കാനായിട്ട്, പക്രൻ മേ ജബ് ചലി സാമഹേ പക്രൻ പീച്ചെ, സാമനെ കൃഷ്ണൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പിന്നിലൂടെ ഓടി പക്കടനെ കേലിയെ പിടിക്കാൻ വേണ്ടിയിട്ട്, തബ് ഗുന് കഹാ കഹിയേ. എപ്രകാരമാണോ കുട്ടികൾ ചെറുപ്രായത്തിൽ കുസൃതി കാണിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് അടി വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിക്കാൻ പോകുമ്പോൾ എപ്രകാരമാണോ കുസൃതി കാണിക്കുന്നത്, അപ്രകാരം തന്നെ കൃഷ്ണനും വളരെ സാമർഥ്യത്തോടു കൂടി ഓടി രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് കൃഷ്ണൻ ഇവിടെയും ചെയ്തത് എന്നാണ് ആ അമ്മ പറയുന്നത്. തബ് ഗുന് കഹാ കഹിയേ. ബാജി ഗയെ ധൂരി ദേക്കത്ത് കഥഹു മേ ഘർ പൗടിയായി. കൃഷ്ണനെ അങ്ങനെ പിടിക്കാനായിട്ട് ഓടിയപ്പോൾ വളരെ ദൂരത്ത് കൃഷ്ണൻ പോയതായിട്ട് മനസ്സിലാക്കുകയും എവിടെയോ പോയി ഒളിച്ചതായിട്ട് മനസ്സിലാക്കുകയും തിരിച്ച് ആ ഗോപിയായ അമ്മ വീട്ടിൽ വിശ്രമിക്കാനായിട്ട് വന്നു. മേ ഘർ പൗടിയായി, തിരിച്ച് വീട്ടിലേക്ക് വരികയും വളരെ ക്ഷീണത്തോടു കൂടി ഞാൻ ഉറങ്ങിപ്പോവുകയും ആ സമയത്ത് ഹരേ ഹരേ ബേനി ഗഹി പാച്ചോ ബാന്തി പാട്ടിയിലായി. ആ സമയത്ത് വളരെ നിശബ്ദനായിട്ട് കൂട്ടുകാരുമൊത്ത് വന്ന് കണ്ണൻ എൻ്റെ ഹരേ ഹരേ ബേനി ഗഹി പാഞ്ചോ, എൻ്റെ മുടി, ബേനി മുടിയാണ്, ഗഹി പാച്ചേ അത് പിടിച്ചിട്ട് ഭാന്തി പാട്ടിയിലായി, എൻ്റെ മുടി പിടിച്ച് വലിച്ചെടുത്തിട്ട് കട്ടിലിൻ്റെ പടിയിൽ, പടിയാണ്, കട്ടിലിൻ്റെ പടിയിൽ, അതായത് കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിട്ടു. ഇതാണ് നിങ്ങളുടെ കണ്ണൻ, നിങ്ങളുടെ മകൻ എന്നോട് ചെയ്തത്. ഇത് നിങ്ങൾ കേൾക്കണം, എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുകയാണ് ആ അമ്മ. ഇനി അടുത്ത ഭാഗം നോക്കാം.
सुनो मैया याके गुन मोसो इन मोही लयो भुलाई ददी में पड़ी सेंध की मोपे चीटी सबे कड़ाई टहल करत में याके घर की ये पति संग मिली सोई सुर भजन सुनी हासी യശോദ ഗ്വാലി രഹി മുഖ ഗോയി. അങ്ങനെ ഈ അമ്മ, ഗോപിയായ ഈ അമ്മ തന്നോട് ചെയ്ത കുസൃതി യശോദയോട് വിവരിക്കുകയും യശോദയൊക്കെ ഇത് കേട്ടിങ്ങനെ നിൽക്കുകയും ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ട് തൻ്റെ അമ്മയോട്, യശോദയോട് പറയുകയാണ്, അമ്മേ, നിങ്ങളോട് ഈ പറയുന്നതൊന്നും ശരിയല്ല, എല്ലാം തെറ്റാണ്. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ഞാൻ പറയാം. ഇവർ എന്നെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുകയും തൈരിൽ വീണ് കിടക്കുന്ന എല്ലാ ഉറുമ്പുകളെയും പെറുക്കിക്കളഞ്ഞ് വൃത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഭർത്താവിനോടൊപ്പം ഉറങ്ങുവാൻ പോയി. ഞാൻ എല്ലാം വൃത്തിയാക്കുകയും ചെയ്തു. കൃഷ്ണൻ്റെ ഈ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് യശോദാമ്മ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ലജ്ജയോടുകൂടി ആ അമ്മ മുഖം മറയ്ക്കാൻ തുടങ്ങിയെന്നും ഇവിടെ സൂർദാസ് വിവരിക്കുന്നു. സുനുമയ്യ, അമ്മ കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. യാക്കെ ഗുന മോസോ ഇൻ മോഹിലായെ ബുലായി, ഇവരെന്നെ വളരെ സ്നേഹത്തോടു കൂടി വീട്ടിൽ വിളിച്ചു വരുത്തി. ദദീമേ പടി സേന്തുക്കി മോപ്പെ ചോട്ടി സബേ കടായി, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ തൈരിൽ അല്ലെങ്കിൽ ഈ വെണ്ണയിൽ കിടക്കുന്ന ഉറുമ്പിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. ടഹൽ കറുത്ത് മേ യാക്കെ ഘർ കി യഹ് പതി സംഗ് മിലി സോയി, എന്നിട്ട് ഇവരെന്താ ചെയ്തത്, ഞാൻ ഈ ഉറുമ്പിനെയൊക്കെ എടുത്തു കളയുകയും വീട് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് ഇവരെ ഹസ്ബൻഡിൻ്റെ കൂടെ പതി സംഗ് മിലി സോയി, പോയി ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഹസ്ബൻഡിൻ്റെ കൂടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി എന്ന് കണ്ണൻ ഇവിടെ അമ്മയോട് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്, കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. സുർ ഭജന സുനി ഹാസി യശോദ, ഇത് കേട്ട് സൂർദാസിൻ്റെ ഈ വരികൾ കേട്ട്, അല്ലെങ്കിൽ സൂർദാസിൻ്റെ ഈ ആലാപനം കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ വരികൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ പരാതി, കൃഷ്ണൻ്റെ പരാതി കേട്ടിട്ട് യശോദ ചിരിക്കുകയും വളരെ ലജ്ജയോടുകൂടി മുഖം താഴ്ത്തുകയും ചെയ്യുകയാണ്. അതായത് കുട്ടിയായ കൃഷ്ണൻ്റെ കുസൃതിയും സാമർഥ്യവും ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കാണിക്കുന്ന സാമർഥ്യമൊക്കെ കണ്ടിട്ട് യശോദ, ഒരമ്മയുടെ മനസ്സ് ഇവിടെ ചിരിച്ചു പോവുകയാണ്. ഇത്രയുമാണ് ഈ പദത്തിൽ വിവരിച്ചിരിക്കുന്നത്. കൃഷ്ണൻ്റെ ലീലകളാണ് ഇതിനകത്ത് പറയുന്നത്. സൂർദാസ് തൻ്റെ ശൃംഗാരം കൊണ്ടും വാത്സല്യം കൊണ്ടും വളരെ പ്രസിദ്ധനാണ്. തൻ്റെ പദങ്ങളിൽ വളരെ ഭംഗിയായിട്ടാണ് അത് വർണ്ണിച്ചിരിക്കുന്നത്. ജന്മനാലെ അന്ധനായിരുന്ന സൂർദാസ് ഇത്രയ്ക്കും സുന്ദരമായിട്ട് ബാലലീലകൾ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും സുന്ദരമായിട്ടാണ് കൃഷ്ണൻ്റെ ബാലലീലകളും യശോദമ്മയുടെ ഒരമ്മയുടെ വാത്സല്യവും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ പദം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.